ഓം എന്ന നാദവും കാലബോധവും പരബ്രഹ്മമൂർത്തിയും രാമായണവും തമ്മിൽ എന്താണ് ബന്ധം? ഓം എന്നത് എല്ലാ ദൈവങ്ങളുടെയും നാമം ഉച്ചരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ പറയുന്ന ശബ്ദമാണ് ഓം. ഓം നമഃശിവായ, ഓം നാരായണായ, എല്ലാത്തിനും ഓം ചേർക്കും. എന്താണ് ഈ ഓം? പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർ അക്കൂട്ടത്തിൽ ശരീരം മാത്രമായിട്ട് ഉണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും മാത്രം നടത്തുന്ന ഒരു മൃഗം മാത്രമായിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക്, ആന്തരിക വെളിച്ചത്തിലേക്ക് മാറുന്നത് ഓംകാരത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ആദിമ മന്ത്രം ഓം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഓം ആദിമ മന്ത്രമാവുന്നത്? മനുഷ്യന് പുറത്തുള്ള വെളിച്ചം കാണുന്നവരെല്ലാം മൃഗങ്ങളാണ്. പുറത്തുള്ള വെളിച്ചം മാത്രം കാണുന്നവർ മൃഗങ്ങളാണ്. 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകൾക്കും കണ്ണുണ്ടായിരുന്നു. ആനക്കും പശുവിനും പട്ടിക്കും പൂച്ചക്കും തേളിനും അരണക്കും ഓന്തിനും പാമ്പിനും എല്ലാം കണ്ണുണ്ട്. അവരെല്ലാം പുറത്തുള്ള വെളിച്ചം കാണാറുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ അകത്ത വെളിച്ചമുണ്ടായിരുന്നില്ല. അവർക്കിത് ഭൂമിയാണെന്ന് അറിയുമായിരുന്നില്ല. ഉദിച്ചു വരുന്ന സൂര്യനാണെന്ന് അറിയുമായിരുന്നില്ല. അവരുടെ സ്വന്തം പേരും അറിയായിരുന്നില്ല. എല്ലാറ്റിനും പേരിട്ടത് മനുഷ്യനാണ്. എങ്ങനെയാണ് മനുഷ്യൻ എല്ലാറ്റിനും പേരിടാൻ കഴിഞ്ഞത്? അവൻ്റെ ഉള്ളിലെ വെളിച്ചം കൊണ്ടാണ്. ആ വെളിച്ചം എങ്ങനെയാണ് ഉണ്ടായത്? കാലബോധത്തിൽ നിന്ന്. കാലബോധം എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത് 2026 ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്, കർക്കിടക മാസം 25-ാം തീയതിയാണ് എന്ന് നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കോ പശുവിനോ പൂച്ചക്കോ അറിയാവോ? ഇല്ല. നമ്മൾ കാലത്തെ പലതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസത്തെ മൃഗങ്ങൾക്ക് ഇരുട്ടുമുണ്ട്, വെളിച്ചമുണ്ട്. ഇരുട്ട് കാണുന്നു, അപ്പോൾ കിടന്നുറങ്ങും. വെളിച്ചം കാണുമ്പോൾ ഉണരും. പക്ഷെ ഇരുട്ടുള്ളത് രാത്രിയാണെന്നും വെളിച്ചമുള്ളത് പകലാണെന്നും രാവും പകലും ചേരുന്നത് അഹർനിശം ഒരു ദിവസമാണെന്നും 7 ദിവസം ചേരുമ്പോൾ ഒരു വാരമെന്നും 2 വാരം ചേരുമ്പോൾ ഒരു പക്ഷമെന്നും 2 പക്ഷം ചേരുമ്പോൾ ഒരു മാസമെന്നും 6 മാസം ചേരുമ്പോൾ ഒരു അയനമെന്നും 2 അയനം ചേരുമ്പോൾ ഒരു വർഷമെന്നും 12 വർഷം ചേരുമ്പോൾ വ്യാഴവട്ടമെന്നും 10 വർഷം ചേരുമ്പോൾ ദശകമെന്നും 100 വർഷം ചേരുമ്പോൾ നൂറ്റാണ്ടെന്നും അറിയുന്നത് മനുഷ്യന് മാത്രമാണ്. കാലബോധം.